അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ മഹത്വവും പവിത്രതയും ഒരുപാട് ഹദീസുകളിലൂടെ, കിതാബുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാനും ചില കാര്യങ്ങൾ മാത്രം വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, ഒരു ആൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 2 ജുമുഅകൾക്കിടയിൽ അവന് പ്രകാശം നൽകി, അള്ളാഹുവിന്റെ പ്രത്യേകമായ നൂറ് നൽകി അവനെ ആദരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച രാവോ പകലോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ 3 ആയത്തുകൾ ഒരാൾ പതിവാക്കിയാൽ അദ്ദേഹത്തെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, ദജ്ജാലിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാ മുർസലീങ്ങളും കാവൽ ചോദിച്ച ഏറ്റവും വലിയൊരു ഫിത്നയാണ് ദജ്ജാൽ. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമുക്കും രക്ഷ വേണമെങ്കിൽ സൂറത്തുൽ കഹ്ഫ് നിത്യേന എന്നോണം, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലെങ്കിലും അത് പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മുൻഗാമികളൊക്കെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ, പൂർവികരായ മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും 3 തവണ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഒരു തവണ പോലും പാരായണം ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല. അള്ളാഹു നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള മനസ്സും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ കഹ്ഫ് വളരെ പ്രധാനപ്പെട്ട, മഹത്വമേറിയ, ഒരുപാട് ഖൈറായ ദുന്യവിയായ നേട്ടങ്ങൾക്ക് നിദാനമാകുന്ന ഒരു സൂറത്ത് കൂടിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ചില കാര്യങ്ങൾ. ഖബറിൽ മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് മോചനമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം ഈ സൂറത്തുൽ കഹ്ഫ് വീട്ടിൽ എഴുതി സൂക്ഷിക്കുന്നത് ആ വീട്ടിൽ വലിയ ബറക്കത്തിനും വലിയ ഐശ്വര്യത്തിനും നിദാനമാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്ത് അത് ഒരു പാത്രത്തിൽ എഴുതി കഴുകിക്കൊണ്ട് നമ്മുടെ വീടിന്റെ 4 ചുമരുകളിൽ തളിക്കുന്നത് ആ വീട്ടിൽ അഭിവൃദ്ധിയും ബറക്കത്തും സമാധാനവും സന്തോഷവും കളിയാടാൻ കാരണമാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. മറ്റൊരു കാര്യം, സൂറത്തുൽ കഹ്ഫിന്റെ 17-ാം ആയത്ത് വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി എന്ന് തുടങ്ങുന്ന ആയത്ത് അത് പതിവായി ഓതുകയാണെങ്കിൽ വിഷജന്തുക്കളിൽ നിന്ന്, മറ്റുള്ള വന്യജീവികളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നല്ല ജീവിതത്തിന് വിജയിക്കാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അതേ പ്രകാരം തന്നെ ഉദ്ദേശിച്ച സമയത്ത് ഉറക്കിൽ നിന്ന് ഉണരാൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 2 ആയത്ത് ഓതി കിടന്നാൽ അവന് ഏത് സമയത്താണോ ഉറക്കിൽ നിന്ന് ഉണരാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തന്നെ എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം വെള്ളിയാഴ്ച ദിവസം മറ്റൊരു കർമ്മം, ഒരു പ്രധാനപ്പെട്ട ദിക്ർ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം നമ്മൾ പതിവാക്കിയാൽ അത് 70 തവണ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും നമ്മിൽ നിന്ന് ഇല്ലാതെയായി മാറും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രയാസമാണ് കടം കുന്നുകൂടുക എന്നത്. ഏത് കടവും നീങ്ങിക്കിട്ടാൻ, അതിൽ നിന്ന് സലാമത്താകാൻ മഹാന്മാരൊക്കെ പഠിപ്പിച്ചതാണ് അല്ലാഹുമ്മ യാ വനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ചെറിയ ഒരു ദിക്ർ. ഈ ദിക്ർ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം 70 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവന്റെ
മുഴുവൻ കടങ്ങളും ഏത് വലിയ കടമാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാൻ അവന് സാധ്യമാകുമെന്ന്, ഇത് വളരെ റാഹത്തോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഈ ദിക്ർ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതേ പ്രകാരം ജുമുഅയ്ക്ക് ശേഷം ചില പള്ളികളിലൊക്കെ കാണാൻ കഴിയും 5 തവണ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി വഇന്നക ഗാഫിറുൽ ദംബിൽ അദീമി എന്നുള്ള ആ ബൈത്ത് 5 തവണ ഒരാൾ ജുമുഅയ്ക്ക് ശേഷം ചൊല്ലിയാൽ അവൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും നമ്മളൊക്കെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായി കാണുന്നതും മരിക്കുന്ന സമയത്ത് മുഅ്മിനായിട്ട്, വിശ്വാസിയായിട്ട്, മുസ്ലിമായിട്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ ജുമുഅയ്ക്ക് ശേഷം ഈ ബൈത്ത് 5 പ്രാവശ്യം നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.